ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ്. തെളിവുകൾ SITക്ക് കൈമാറി ഗോവർദ്ധൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വഞ്ചിച്ചുവെന്ന് ഗോവർദ്ധൻ മൊഴി നൽകി. ശബരിമലയുടെ പേര് പറഞ്ഞ് പലതവണയായി 70 ലക്ഷം രൂപ വാങ്ങിയെന്നുമാണ് ഗോവർദ്ധന്റെ മൊഴി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, പറയൂ. ഷാമി, ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന മൊഴിയാണ് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് ഗോവർദ്ധൻ പ്രധാനപ്പെട്ട തെളിവുകളും പ്രധാന മൊഴിയുമൊക്കെ ഇന്നലെ SITക്ക് നൽകിയത്. ഗോവർദ്ധന്റെ മൊഴി പ്രകാരം 15 ലക്ഷം രൂപയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിലെ സ്വർണം വിറ്റത്. ഈ 15 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിറ്റു എന്ന് മാത്രമല്ല, ശബരിമലയിലെ പല സ്പോൺസർമാരിൽ നിന്നായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 70 ലക്ഷം രൂപ ശബരിമലയുടെ വികസനത്തിന് എന്ന് പറഞ്ഞ് പല തവണയായി വാങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവും ശബരിമലയിലെ സ്വർണം മോഷണം പോയ കാര്യവും ഒക്കെ ചൂടുപിടിച്ചതും ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വലിയ വാർത്തയായതുമൊക്കെ. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലെത്തി സ്പോൺസർമാരെ കണ്ട് ഈ പണം നൽകിയ കാര്യം പുറത്തു പറയരുത് എന്നും പറഞ്ഞു. കാരണം ഈ പണം നൽകിയ കാര്യം പുറത്തു വരാതിരിക്കാൻ വിവാദമുണ്ടായ സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലെത്തിയിരുന്നു എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ നടത്തിയ ഒരു മോഷണം അല്ലെങ്കിൽ ശബരിമലയുടെ പേരിൽ താൻ നടത്തിയ വലിയ കൊള്ള പുറത്തറിയാതിരിക്കാൻ അയാൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവുകയും ഈ സ്പോൺസർമാരെ അടക്കം കാണുകയും ഈ പണം നൽകിയ കാര്യം പറയുകയും ചെയ്യരുത് എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും ഈ ശബരിമലയുടെ പേര് പറഞ്ഞ് വലിയ ഒരു കൊള്ളയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നാണ് ഗോവർദ്ധന്റെ മൊഴിയിലൂടെ SITക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഈ ഗോവർദ്ധനെ മാപ്പ് സാക്ഷിയാക്കാനുള്ള നീക്കങ്ങളടക്കമാണ് SIT നടത്തുന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഗോവർദ്ധന്റെ പക്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ വ്യവസായിയായ ഗോവർദ്ധൻ ഈ സ്വർണം വിറ്റു എന്നുള്ള ഒരു സുപ്രധാന മൊഴി ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട്. ഈ പണം നൽകിയ വിവരം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദം പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വന്ന ആ ഒരു സാഹചര്യത്തിലും ഇയാൾ താൻ നടത്തിയ കൊള്ള അറിയാതിരിക്കാൻ വലിയ ശ്രമം നടത്തി. അതിനുവേണ്ടി ഇയാൾ വീണ്ടും ബാംഗ്ലൂരിൽ പോയി. ഒപ്പം തന്നെ ശബരിമല വിഷയം തീർക്കാനായി തനിക്ക് കൂടുതൽ പണം നൽകണം, അല്ലെങ്കിൽ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരും, എല്ലാവരും തന്നെ ഈ ഒരു വലിയ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും, അത് പുറത്തു വരാതിരിക്കാൻ തനിക്ക് ഇനിയും കൂടുതൽ പണം നൽകണം, ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ വിവാദമൊക്കെ നിലനിൽക്കെ വീണ്ടും തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ പോയതും ഈ സ്പോൺസർമാരെ അടക്കം കണ്ടതും. എന്തായാലും ശബരിമലയുടെ പേരിൽ വലിയ തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്ന സുപ്രധാനമായ മൊഴിയാണ് ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഗോവർദ്ധൻ നൽകിയിരിക്കുന്നത്. ശ്യാം.